ഗാലറിയുടെ മുകളിൽ നിന്നുള്ള ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റോയിൽ നിന്നാണ് ഫയർ ചെയ്തിരിക്കുന്നത്. ഇതൊരു .32 ബുള്ളറ്റാണ്. ബൈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADMന് മുന്നിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ തോക്കിൽ 2 പേരുടെ പാമ്പറിന്റുകളുണ്ട്. രാമനുണ്ണിയുടെയും തോമസ് ചാക്കോ. വക്കീല് കേസ് പഠിക്കായിരിക്കും. ഇതെടുത്തോണ്ട് പോയി വൃത്തിയുടെ കാണിക്കല്ലേ. വൃത്തികേട് പുറത്ത് കാണാതിരിക്കാൻ ഇടുന്ന സാധനമാണിത്. ഈ ഒരെണ്ണം തിരിച്ചു മറിച്ചു വിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്നെ സമ്മതിക്കണം. താൻ ഇന്നലെ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആണോ? ഓ, ഞാൻ ഓർക്കുന്നില്ലെന്നേ. ഞാൻ ഓർക്കണുണ്ട്. എന്നാ താൻ പോയി കുമ്പസാരിച്ചിട്ട് വാ. പള്ളിയും അച്ഛനൊന്നും ഇല്ലാത്ത സാഹചര്യത്തില് ആരോടെങ്കിലും ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി, കുറച്ച് മനസമാധാനം കിട്ടും. ഹെൽന, ഞാൻ എന്തേറ്റ് പറയണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്? തനിക്ക് പറയാനുള്ളത് എന്തും. ശരി, എനിക്ക് ഏറ്റു പറയാനൊന്നുമില്ല, പക്ഷെ പറയാനുണ്ട്. തൻ്റെ കൈകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ മോഹനെ കൊല്ലിച്ചത് താൻ, അല്ലെങ്കിൽ താൻ അറിഞ്ഞുകൊണ്ടാണത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോ രാഷ്ട്രീയമോ ഒന്നുമല്ല. അയാളെ കൊല്ലാൻ തനിക്ക് വേറെ എന്തോ ഒരു കാരണമുണ്ട്. അന്ന് ഗസ്റ്റ് ഹൗസ് വെച്ച് തോക്ക് ചൂണ്ടി മോഹനെ ഒരു ദിവസം പൊട്ടിക്കുമെന്ന് പറഞ്ഞത്. പിന്നെ ചാനൽ സ്റ്റുഡിയോയിൽ ഇൻസിഡന്റ്. അന്ന് അകത്തെന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തനിക്കറിയാറാമോ പറയാൻ. ഇപ്പൊ എനിക്കറിയാനുള്ള പ്രായപൂർത്തിയാക്കി പറയണോ? ഞാൻ കേൾക്കാം. കേട്ടോ, പറയാം. കാരണമുണ്ട്. അവനെ കൊല്ലാൻ എനിക്ക് കാരണമുണ്ട്. ആദ്യം പാർട്ടി ഓഫീസിൽ വെച്ച് വേണമെങ്കിൽ മനസ്സിലാക്കിക്കോന്നുള്ള മട്ടില് അവൻ പൊതിഞ്ഞൊന്ന് പറഞ്ഞു. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി സമരം ഇരുട്ടത്താരുടെ കത്തിക്ക് തീർന്നോണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ല. ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണെന്ന് ഉറപ്പായതോടെ CDP ഏറ്റവും ശക്തനായ എതിരാളിയായിരിക്കും കളത്തിലിറക്കുക. ഒറ്റയ്ക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതിന് മാത്രമേ വന്നത്. പൊട്ടിക്കാനാണോ? അത് നിന്റെ മുഖത്തെന്ന് അറിഞ്ഞതിന് ശേഷം. എന്താ നിനക്ക് അറിയേണ്ടത്? എൻ്റെ അച്ഛൻ്റെ മരണം. അതെ, എൻ്റെ അറിവോടെ തന്നെയാണ്. ഒത്തിരി ചോരക്കളി കളിച്ചും കളിപ്പിച്ചും തന്നെയാണ് ഞാനിവിടം വരെ എത്തിയത്. മീശ മുളച്ചതിന് ശേഷമല്ല, നിക്കറിട്ട കാലത്തെ തുടങ്ങിയ അധ്വാനം. ആ എന്നെ പഠിച്ചു കളയെന്ന് തീരുമാനിച്ചു നിന്റെ അച്ഛൻ. അന്ന് രാത്രി തന്നെ തീർത്തു. അറിയുമ്പോ എല്ലാം അറിഞ്ഞു. അത് NSPക്കാരുടെ അക്കൗണ്ടിൽ കയറിയത് വേറൊരു കേസിലെ 2 യഥാർത്ഥ പ്രതികളെ മാറ്റാൻ. നിന്റെ ഉദയഭാനുവിന് ചെയ്തു തരേണ്ടി വന്നൊരു ഫേവർ. പിന്നെ അറബുകാരനെ സപ്ലൈ ചെയ്തതും ഉദയഭാനു. മതിയോ? ഇനി എപ്പോഴാ പൊട്ടിക്കുന്നത്? കൊല്ലണ്ടേടോ അവനെ. ഞാൻ തന്നെയല്ലേ അവനെ കൊല്ലണ്ടത്? പറയണോ? അല്ല, അപ്പൊ
ഞാനാണോ അത്? വണ്ടർഫുൾ. ഇതുവരെ ടിൽ ഹിയർ ഫസ്റ്റ് എപ്പിസോഡ്. നാളെ ഈവനിംഗ് 7:30 ചാനലുകളുടെ പ്രൈം ടൈമിൽ ഈ എപ്പിസോഡ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. എല്ലാ ചാനലുകൾക്കും പ്രോമോ അറ്റാച്ച് ചെയ്ത മെയിൽ സെൻഡ് ചെയ്യണം. വൈകിട്ട് 7:30 മണി വരെ കേരളം മുഴുവൻ കാത്തിരിക്കണം, ചർച്ച ചെയ്യണം. കുടിക്കേ, വത്സേ, തല്ലുകൊള്ളുമ്പോ വേദന കുറച്ചേ അറിയൂ. എനിക്ക് വേണ്ട. കുടിക്കാൻ What's happening there? പറയാൻ ആ തന്തയില്ല കഴിവുറമാൻ എന്നെ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എപ്പിസോഡ് 2. ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കേസ് നമ്പർ 1, ഹൈഡിംഗ് ഡേയ്സ് ഓഫ് എ കൾപ്രിറ്റ്, ഒരു കുറ്റവാളിയുടെ ഒളിവ് ദിനങ്ങൾ. അമ്പാടി മോഹനൻ വധം, സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ കൊലപാതകം. രാമനുണ്ണി സംശയിക്കപ്പെട്ട നിമിഷം മുതൽ ഞങ്ങൾ അയാളെ പിന്തുടരുകയായിരുന്നു. രാമനുണ്ണിയെയും സഹായി തോമസ് ചാക്കോയെയും പിന്തുടർന്ന് ഞങ്ങളെത്തിയത് കേരളത്തിന് പുറത്തുള്ള അവരുടെ ഒളിയിടത്തിലേക്കാണ്. അവരറിയാതെ ഈ ഒളിയിടത്തിൽ കുറച്ച് ഒളിക്യാമറകൾ സജ്ജീകരിച്ച് പൊതുപ്രവർത്തകരുടെ മുഖം മൂടിയണിഞ്ഞ ഈ ചെന്നായ്ക്കളുടെ ഒളിജീവിതം പകർത്തുകയാണിവിടെ. അവരുടെ തന്നെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും തുറന്നു കിട്ടുന്ന കൂടുതൽ സത്യങ്ങളിലേക്കും തെളിവുകളിലേക്കും ജനങ്ങൾക്കും പോലീസിനും സ്വാഗതം. ഹൈഡിംഗ് ഡേയ്സ് ഓഫ് എ കൾപ്രിറ്റ്, എപ്പിസോഡ് 1. ഇത് മെയിൽ അറ്റാച്ച്മെന്റാ. എല്ലാ ചാനലിലും ഇതിന്റെ കോപ്പി ഉണ്ട്. ഹോട്ട് പെർസ്യൂട്ടിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക, മെയിൽ വെച്ച് വർക്ക് തുടങ്ങുക. കമോൺ ഫാസ്റ്റ്. അറിയാലല്ലേ ഉമ്മ, ഞാനവിടെ മത്സരിക്കുന്നത്. നമ്മുടെ ജില്ല ഓട്ടോറിക്ഷ. നമസ്കാരം. നമസ്കാരം. ശത്രുക്കളാരും കൈകോപ്പിയെ പറ്റുള്ളൂ. മാറിക്കണം. ടിവിയില് രാമനുണ്ണി. പ്രകാശം എന്തോ രാമനുണ്ണി ടിവിയിലെന്ന്. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച അമ്പാടി മോഹനൻ വധത്തിന്റെ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളുമായി ഹോട്ട് പെർസ്യൂട്ട്. പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന രാമനുണ്ണിയും തോമസ് ചാക്കോയും ക്യാമറ കണ്ണുകളിൽ. അമ്പാടി മോഹനൻ വധം, സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ കൊലപാതകം. രാമനുണ്ണി സംശയിക്കപ്പെട്ട നിമിഷം മുതൽ ഞങ്ങൾ അയാളെ പിന്തുടരുകയായിരുന്നു. രാമനുണ്ണിയെയും സഹായി തോമസ് ചാക്കോയെയും പിന്തുടർന്ന് ഞങ്ങളെത്തിയത് കേരളത്തിന് പുറത്തുള്ള അവരുടെ ഒളിയിടത്തിലേക്കാണ്. അവരറിയാതെ ഈ ഒളിയിടത്തിൽ കുറച്ച് ഒളിക്യാമറകൾ സജ്ജീകരിച്ച് പൊതുപ്രവർത്തകരുടെ മുഖം മൂടിയണിഞ്ഞ ഈ ചെന്നായുടെ ഒളിജീവിതം പകർത്തുകയാണിവിടെ. അവരുടെ തന്നെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും തുറന്നു കിട്ടുന്ന കൂടുതൽ സത്യങ്ങളിലേക്കും തെളിവുകളിലേക്കും ജനങ്ങൾക്കും പോലീസിനും സ്വാഗതം. സർ, സൈറ്റിന്റെ ഐ പി അഡ്രസ്സും മെയിലിയുടെ ഐ പി അഡ്രസ്സും സിംഗപ്പൂരാണ് കാണിക്കുന്നത്. അവർ സിംഗപ്പൂർ ആണുള്ളതെന്നല്ല, ഇത് സ്പൂഫിംഗ് ആണ് സർ, IP സ്പൂഫിംഗ്.